ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വാക്യം 1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഈ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ അറിയിക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും ആദ്യമുണ്ടായത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് രൂപരഹിതമായ പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിയ ഏറ്റവും ആദ്യത്തെ ശബ്ദം ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദം മുഴങ്ങിയപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായി. രൂപരഹിതമായ പ്രപഞ്ചത്തിന് രൂപം കൊടുത്ത ആ ശബ്ദം ദൈവവചനമായിരുന്നു. വചനം ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനം ആത്മാവും ജീവനുമാണ്. ദൈവവചനം എവിടെ കടന്നു വരുന്നുവോ അവിടെ ജീവനുണ്ടാകും. ദൈവവചനം എവിടെ കടന്നു വരുന്നുവോ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകും. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ഇരുട്ടിലായിരിക്കുന്ന വീതിയിൽ നടക്കുന്ന വ്യക്തിക്ക് പ്രകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ, അങ്ങയുടെ വാക്കുകൾ എൻ്റെ പാദത്തിന് ദീപമാണ്, എൻ്റെ പാതയിൽ പ്രകാശവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ദൈവവചനമുണ്ടെങ്കിൽ കയ്യിലൊരു വിളക്ക് ഉള്ളതിന് തുല്യമാണ്. ഒരിക്കൽ പോലും തട്ടി വീഴുകയില്ല, പരിക്കേൽക്കുകയില്ല. ദൈവവചനം നമ്മെ നേരായ മാർഗങ്ങളിലൂടെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വചനം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അത് തേനിനേക്കാൾ മാധുര്യമുള്ളതാണെന്ന്. 119-ാം സങ്കീർത്തനം 103-ാമത്തെ വാക്യം, അങ്ങയുടെ വചനങ്ങൾ എത്ര മധുരമാണ്, അവ എൻ്റെ നാവിൽ തേനിനേക്കാൾ മാധുര്യമുള്ളത്. ഏറ്റവും മാധുര്യമുള്ളതാണ് തേൻ. എന്നാൽ ദൈവവചനം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ന് പറയുമ്പോൾ ജെറമിയ പ്രവാചകനുണ്ടായ അനുഭവമാണ് നമ്മൾ ഓർക്കേണ്ടത്. പ്രവാചകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എൻ്റെ കണ്ണുകൾക്ക് ആനന്ദാമൃതമായി. നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന, നമ്മെ ജീവനിലേക്ക് നയിക്കുന്ന, നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മധുരിപ്പിക്കുന്നതാണ് ദൈവവചനം. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ ആരൊക്കെ സ്വന്തമാക്കുന്നുവോ അവരുടെ ജീവിതം മാധുര്യമുള്ളതായി മാറും. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇരുട്ടിൽ വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ആദ്യം ഗ്രീക്കുകാർക്കും പിന്നെ യഹൂദർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. കയ്യിൽ വേദപുസ്തകമുള്ള വിശുദ്ധ പൗലോസ് പറയുകയാണ്, ദൈവവചനത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. കാരണം എന്താ? അത് യഹൂദർക്കും ഗ്രീക്കുകാർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷപ്പെടാത്ത സാഹചര്യങ്ങളിൽ പെട്ടവര്, പലവിധ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവര് ദൈവവചനം സ്വീകരിക്കുവാൻ തയ്യാറാണോ, അവിടെ രക്ഷയുണ്ടാകും, അവിടെ മാനസാന്തരമുണ്ടാകും. പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ മുങ്ങിത്താണിരുന്ന അഗസ്റ്റിനെ വിശുദ്ധിയുടെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തിയത് ദൈവവചനമാണ്. വചനം അഗസ്റ്റിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോട് കാണുമ്പോഴൊക്കെ പാരീസിലെ പണ്ഡിതനായ ഇഗ്നേഷ്യസ് ലയോള പറയുമായിരുന്നു, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ടെന്ന് പ്രയോജനം. വിശുദ്ധ ഫ്രാൻസിസ് സേവറിലേക്ക് ദൈവവചനം കടന്നു വന്നപ്പോൾ ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതത്തെ ഈ വചനം രൂപാന്തരപ്പെടുത്തുകയാണ്. വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ രക്ഷ അനുഭവിക്കാൻ പറ്റാത്ത ദയനീയമായ വിധത്തിൽ തകർന്നതാണോ, നീ വേദപുസ്തകം തുറക്കുക. അതിൽ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. കാരണം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഹെബ്രയർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ഛേദനയിലും ആത്മാവിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഒരു തലയ്ക്ക് മാത്രം മൂർച്ചയുള്ള വാളിൻ്റെ തീവ്രത എത്ര വലുതാണ്! എന്നാൽ വേദപുസ്തകം, ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഛേദനയില്, ആത്മാവില്, മജ്ജയില്, സന്ധിബന്ധങ്ങളില് തുളച്ചു കയറി ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെപ്പോലും വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ആരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകും, അവരുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ വചനത്തിലൂടെ സൗഖ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ജെറമിയ 23-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ജെറമിയ പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. എൻ്റെ വചനം അഗ്നി പോലെയാണ്. ദൈവത്തിൻ്റെ വചനം അഗ്നി പോലെയാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. പാറയെ തകർക്കുന്ന കൂടം, എത്ര കഠിനമായ മനസ്സിനെയും തകർക്കുന്ന വിധത്തിൽ ഫലദായകമായ അനുഭവമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വചനം അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. തീരുന്നില്ല. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ വാക്യം 3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന ഔഷധമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, യേശു പ്രത്യേകം പ്രാർത്ഥിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, പിതാവേ, ഇവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. എന്നാൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം, അങ്ങയുടെ വചനമാണല്ലോ സത്യം. ദൈവവചനം സത്യമാണ്. ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഔഷധമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വേദപുസ്തകം വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ വചനം അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന അനുഭവം ദൈവവചനം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും, പ്രത്യേകമായിട്ട് ദൈവവചനം ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തിൽ വാക്യം 11, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ദൈവവചനം നമ്മെ സംരക്ഷിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാ, പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വചനം സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആര് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടോ, ആര് വചനം സ്വന്തമാക്കുന്നുണ്ടോ, ആര് വചനം ഭക്ഷിക്കുന്നുണ്ടോ, അവര്
വിശുദ്ധിയിൽ വളരുവാനായിട്ട് ദൈവവചനം അവരെ സഹായിക്കും. ദൈവവചനം വലിയൊരു ഔഷധമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 107 സങ്കീർത്തനത്തിൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി, അവരെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു, മൃത്യു കവാടങ്ങളെ സമീപിച്ചു. എന്നാൽ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവവചനം സൗഖ്യദായകമാണ്. അതുകൊണ്ടാണല്ലോ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16:12 പറയുന്നത്, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണല്ലോ അവരെയും സുഖപ്പെടുത്തിയത്. ദൈവവചനം നമ്മെ സുഖപ്പെടുത്തുന്ന അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക, എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു, മുടന്തന്മാരുടെ കാലിന് ബലം ലഭിക്കുന്നു, അനേകം കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ദൈവവചനം അനേകരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വളർച്ചാധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിന് സൈഡിലേക്ക് നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. മുമ്പിലുള്ള വസ്തുക്കൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ സൈഡിലുള്ള കാഴ്ചകൾ അദ്ദേഹത്തിന് കാണാൻ പറ്റത്തുള്ളൂ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, ജീവിത പങ്കാളിയെ ഒന്ന് നോക്കണം. അദ്ദേഹം മുഖം തിരിക്കാതെ തന്നെ അദ്ദേഹത്തിന് സൈഡിലുള്ള തൻ്റെ പ്രിയപ്പെട്ട പങ്കാളിയെ കാണുവാൻ തക്കവണ്ണം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണിനെ സ്പർശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം സ്വീകരിക്കുമ്പോൾ ദൈവവചനം നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കും. എത്ര വലിയ രോഗികളാണെങ്കിലും, ഇപ്പോൾ ടെലിവിഷനിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗപീഡനകൾ മൂലം വേദനിക്കുന്നവരുണ്ടോ? ദൈവവചനം നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഔഷധമാണ്. വിശ്വസിക്കുന്ന ഹൃദയത്തോടെ വേദപുസ്തകം തുറക്കുക. ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. രൂപരഹിതമായ പ്രപഞ്ചത്തിന് രൂപം കൊടുത്ത ദൈവവചനം നമ്മളിലുള്ള രൂപരാഹിത്യങ്ങളിലേക്ക് ഇറങ്ങി വരികയും ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ലൂക്ക 24:32, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് സംസാരിച്ചപ്പോൾ, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന തരത്തിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. എത്രമാത്രം അന്ധകാരത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, തകർന്ന സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം തുറക്കുമ്പോൾ ഈ വേദപുസ്തകം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഔഷധമായി മാറും. നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുന്ന അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, അവരുടെ യാത്ര നിരാശയുടെ യാത്രയായിരുന്നു. സകല സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായ വിധത്തിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് പോകുന്ന അവരോട് കൂടെ നടക്കുന്ന ഗുരു ദൈവവചനം അവരുടെ മുന്നിൽ തുറന്നു കൊടുത്തപ്പോൾ ആ വചനം അവരുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മളെ ജ്വലിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് മത്തായി 24:35 പറയുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല. ഒരിക്കലും മാറ്റം വരാത്തതാണ് ദൈവവചനം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയാലും, എല്ലാം നഷ്ടപ്പെട്ടാലും, മാറ്റമില്ലാത്ത നിലനിൽക്കുന്ന നിത്യമായ വചനം നമ്മുടെ കൈവശമുണ്ടോ? നഷ്ടപ്പെട്ടതിനെ എല്ലാം വീണ്ടെടുക്കുവാൻ ഈ വചനം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ വാക്യം 6, ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവവചനം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. ഒരിക്കലും പരീക്ഷ എഴുതി വന്ന കുട്ടി പറയുകയാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൾക്കറിയാവുന്ന വചനം അവൾ ഹൃദയത്തിൽ ആവർത്തിക്കുകയാണ്. നെഹെമ്യാ 2:20, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. അവൾ വചനം ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അവൾ മറന്നുപോയതുപോലും അവളുടെ ഓർമ്മയിലേക്ക് വന്നു.
ഒരിക്കൽ പോലും ലഭിക്കാത്തവണ്ണം വലിയ റിസൾട്ട് ദൈവം ആ പരീക്ഷയ്ക്ക് അവൾക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 10:35, ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവങ്ങളെന്ന് വിളിച്ചു. ആദ്യ മാതാപിതാക്കന്മാര് ദൈവത്തെ പോലെയാകാൻ വേണ്ടി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ദൈവവചനം നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ ദൈവത്തെ പോലെയായി മാറുകയാണ്, സൃഷ്ടാവിനെ പോലെയായി മാറുകയാണ്. ദൈവവചനം ഉള്ളിലുള്ളവർക്ക് എല്ലാം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. വചനം ഉള്ളിലുണ്ടെങ്കിൽ പരാജയങ്ങളെ പോലും വിജയങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും വചനങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ദൈവവചനം എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 3 വാക്യം 16, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. നീതിയിലുള്ള പരിശീലനത്തിനാണ് ഉപയോഗിക്കുന്നത്. വചനം ഉപയോഗിച്ച് നമ്മൾ ആരോടും തർക്കിക്കാൻ പോകരുത്. വചനം നമുക്ക് ആത്മീയ ആഹാരമാണ്. തളർന്ന് വീഴാതിരിക്കുവാൻ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഇസ്രായേൽക്കാർ 40 വർഷം മന്ന ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എന്ന് വേണം നാം കരുതുവാനായിട്ട്. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ പറഞ്ഞു, യോഹന്നാൻ 8:31, 32 വാക്യങ്ങൾ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുവിൻ്റെ ശിഷ്യനായി മാറുവാൻ നാം വചനത്തിൽ നിലനിൽക്കണമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ദൈവവചനമാണ് സത്യം. ഈ വചനം അറിയാത്തതാണ് പലരും പല ബന്ധനാവസ്ഥയിലും കഴിയുവാനായിട്ട് കാരണം. നാം ദൈവവചനം അറിയുമ്പോൾ, ദൈവവചനം സ്വീകരിക്കുമ്പോൾ, ദൈവവചനം സ്വന്തമാക്കുമ്പോൾ അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 119:9, യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഒരു യുവാവ് ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കുവാനായിട്ട് യുവാവിന് സാധിക്കും. ദൈവവചനം സ്വീകരിച്ച യുവാക്കളെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:14, യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നു. ദൈവവചനം നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ശക്തന്മാരാണ്. ദൈവവചനം നമ്മെ ശക്തരാക്കി മാറ്റുന്ന അനുഭവമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ വീണ്ടും ജനിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സജീവവും സനാതനവുമായ ജീവന്റെ വചനം നമ്മളിൽ നിറയുവാനായിട്ട്, ഈ വചനത്തിൽ വീണ്ടും ജനിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6 വാക്യം 11, എൻ്റെ വചനത്തിൽ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ദൈവവചനത്തിൽ അഭിലാഷം അർപ്പിക്കുമ്പോൾ, അവയോട് തീവ്രമായ ഒരു അഭിനിവേശം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എപ്പോഴാണ് തീവ്രമായ ഒരു അഭിനിവേശം ഉണ്ടാകുന്നത്? ഒരു ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ സുന്ദരമായ ഒരു അനുഭവമാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. ദൈവവചനം നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതാണ്. വീണ്ടും വചനം പറയുന്നുണ്ട്, ഹെബ്രയർ 6:1,
ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ബാലപാഠങ്ങൾ പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് വളരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. തുറന്ന വേദപുസ്തകവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവം വചനത്തിൻ്റെ കവാടം നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല നിലത്ത് വീണ വിത്ത് ഏതാണെന്ന് യേശു പറയുന്നുണ്ട്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. വചനം കേട്ടാൽ പോരാ, വചനം വായിച്ചാൽ പോരാ, അത് ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുമ്പോൾ ആ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ വാക്യം 11 ബൊറോ നിവാസികളെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന സാക്ഷ്യമുണ്ട്. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ മാന്യന്മാരാണെന്ന്. കാരണം എന്താ? ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അനുദിനം വേദപുസ്തകം തുറന്നു നോക്കുമായിരുന്നു അവര്. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കക്കാരെക്കാൾ ബൊറോ നിവാസികളെ മാന്യന്മാരാക്കി മാറ്റുന്നത് അവർക്ക് വചനത്തോടുള്ള തീവ്രമായ ബന്ധമാണ്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ വാക്യം 2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതുകൊണ്ട് എളിമയുള്ള ഹൃദയത്തോടെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന മനോഭാവത്തോടെ ആര് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി അവിടുന്ന് വചനത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. വായ തുറക്കുമ്പോൾ വചനം ലഭിക്കുവാൻ, സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.